യവനദേവന്മാരുടെയും ദാർശനികരുടെയും ശില്പാരാമമാണ് ജനാധിപത്യത്തിൻ്റെ ഈ മഹാക്ഷേത്രം. രാജപാതയുടെ തമ്പുരാൻ, ലോർഡ് ഓഫ് ദ റിംഗ് റോഡ് എന്നാണ് നിയോ ക്ലാസിക്കൽ മാസ്റ്റർപീസായ ഓസ്ട്രിയയിലെ പാർലമെന്റ് മന്ദിരം അറിയപ്പെടുന്നത്. വെണ്ണക്കല്ലിലും വെങ്കലത്തിലും തീർത്ത കവിത പോലെ ചരിത്രം തലപ്പൊക്കത്തിൽ നിൽക്കുന്നു ഈ മഹാമന്ദിരത്തിൽ. വാസ്തുകലാ ശില്പചാരുതയുടെ സർവ്വപ്രൗഢിയും പേറുന്ന പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ഡാനിഷ് ഓസ്ട്രിയൻ വാസ്തുശില്പി ബാരോൺ തിയോഫിൽ ഹാൻസനാണ്. ജനാധിപത്യത്തിൻ്റെ ചിരന്തനമായ വസതിയായാണ് ഇത് വിഭാവന ചെയ്തിരിക്കുന്നത്. മഹത്തായ സ്വാതന്ത്ര്യത്തിൻ്റെയും നീതിബോധത്തിൻ്റെയും സന്ദേശം ഉൾക്കൊള്ളുന്നു ഇതിലെ ഓരോ തൂണിലും തുരുമ്പിലും. പാർലമെന്റ് മന്ദിരത്തിൻ്റെ പ്രവേശന കവാടത്തിന് കാവലായി 4 അശ്വപരിശീലകരുടെ വെങ്കല ശില്പമാണ്. ജനാധിപത്യ ശക്തിക്ക് അപരിത്യാജ്യമായ പാർലമെന്ററി വ്യാമോഹത്തെ അതിജീവിക്കേണ്ടതുണ്ടെന്ന സന്ദേശമാണ് കുതിരകളെ മെരുക്കുന്ന ഈ ശില്പങ്ങൾ നൽകുന്നത്. പാർലമെന്റിന്റെ നേരെ മുന്നിൽ പാലസ് അഥീനി ഫൗണ്ടൻ. വെണ്ണക്കല്ലിൽ കടഞ്ഞെടുത്ത ഈ ശില്പസമുച്ചയത്തിന്റെ ശീർഷത്തിൽ ഗ്രീക്ക് വിജ്ഞാനദേവിയായ അഥീന ശൂലവും പൊന്നിൽ പൊതിഞ്ഞ വിജയചിഹ്നമായ നൈക്കിയും കയ്യിലേന്തി നിൽക്കുന്നു. പടച്ചട്ടയിൽ അരാജകത്വത്തിനുമേൽ ധിഷണയുടെ വിജയം പ്രതിനിധാനം ചെയ്യുന്ന, മുടിയിൽ വിഷപ്പാം പണിഞ്ഞ, ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ശിലയായി മാറുന്ന മെദൂസ എന്ന ദുർദേവതയുടെ രൂപം. അഥീനയുടെ തൊട്ടുതാഴെ ജനാധിപത്യത്തിൻ്റെ നെടുംതൂണുകളായ ലെജിസ്ലേറ്റീവിനെയും എക്സിക്യൂട്ടീവിനെയും അടയാളപ്പെടുത്തുന്ന ശില്പങ്ങളാണ്. ജലധാരയുടെ അടിത്തട്ടിൽ ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യത്തിൻ്റെ ജീവനാഡിയായിരുന്ന ഡാന്യൂബ്, ഇൻ, എൽബ്, വോൾട്ടവ എന്നീ നദികളുടെ പ്രതിരൂപമാണ്. അധികാരത്തിന് മുകളിലാണ് അറിവെന്ന മഹാസന്ദേശമാണ് ഈ ശില്പസമുച്ചയം ലോകത്തിന് നൽകുന്നത്. കാലത്തെ അതിജീവിച്ച ജ്ഞാനികളായ മഹാമേരുകൾക്കിടയിലൂടെയാണ് ചരിത്രമുറങ്ങുന്ന ഈ റാമ്പിലൂടെ നാം നടക്കുന്നത്. ഇടതുവശത്ത് ചരിത്രത്തിൻ്റെ പിതാവായ ഹെറോഡോട്ടസും പെലോപ്പന്നേഷ്യൻ യുദ്ധത്തിൻ്റെ ആധികാരിക ചരിത്രാഖ്യാതാവായ തുസീഡഡസും ഇരിക്കുന്നു. അല്പം മാറി നിൽക്കുന്നു സെനോഫോൺ. വിയന്നയുമായി അദ്ദേഹത്തിന് സവിശേഷമായ ഒരു ആത്മബന്ധമുണ്ട്. കുതിരസവാരിയുടെ ലക്ഷണശാസ്ത്രത്തിൻ്റെ സൃഷ്ടാവാണ് സെനോഫോൺ. വിയന്നയിലെ പ്രശസ്തമായ സ്പാനിഷ് റൈഡിംഗ് സ്കൂളിൽ ഇന്നും അദ്ദേഹത്തിൻ്റെ പാഠങ്ങളാണ് പിന്തുടരുന്നത്. വലതുവശത്തെ പാതയിൽ റോമൻ പെരുമയുടെ കൊടിക്കൂറകൾ പാറുന്നു. അവിടെ വിശ്വവിഖ്യാതനായ ജൂലിയസ് സീസറും പുകൾപെറ്റ ചരിത്രകാരനും ഭരണതന്ത്രജ്ഞനുമായ ടാസിറ്റസും തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്നു. ഓസ്ട്രിയൻ പാർലമെന്റ് മന്ദിരത്തിന്റെ പൂമുഖം നവക്ലാസിക്കൽ വാസ്തുശൈലിയുടെ ഉത്തമ ഉദാഹരണമാണ്. മധ്യഭാഗത്തുള്ള പ്രധാന കവാടത്തെ അലങ്കരിച്ചുകൊണ്ട് 8 കൊറിന്ത്യൻ തൂണുകൾ. മേൽത്തട്ടിൽ വിജയദേവതയായ നൈക്കി നയിക്കുന്ന 4 കുതിരകളെ പൂട്ടിയ 8 വെങ്കല രഥങ്ങൾ പായുന്നു. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഈ മന്ദിരത്തിന്റെ സൗന്ദര്യം അതിന്റെ പൂർണ്ണതയിലെത്തുന്നു. അപ്പോളോ, സിയൂസ് തുടങ്ങിയ ദേവന്മാരുടെ പ്രതിമകൾ നിരനിരയായി നിൽക്കുന്ന വെസ്റ്റിബ്യൂൾ. അതിനു മുകളിലായി അലോയിസ് ഹാൻസ് ഷാം വരച്ച 100 മീറ്റർ നീളമുള്ള അതിമനോഹരമായ ചിത്രം. സമാധാനത്തിൻ്റെ ആവിഷ്കാരമാണിതിൽ. അതിനപ്പുറം സൗലൻ ഹാലെ എന്നറിയപ്പെടുന്ന പ്രൗഢോജ്വലമായ സ്തംഭശാല. 16 ടൺ ഭാരമുള്ള അഡ്നൈറ്റ് മാർബിളിൽ തീർത്ത 24 ഏകശിലാ സ്തംഭങ്ങളാണ് മാനത്ത് നിന്ന് പ്രകാശം പരത്തുന്ന ഇതിൻ്റെ മേൽക്കൂരയെ താങ്ങി നിർത്തുന്നത്. മുറ്റം അലങ്കരിക്കുന്നത് ഗ്രീക്ക് ഇതിഹാസ കഥാപാത്രങ്ങൾ മുതൽ ധിഷണാശാലികൾ വരെ. അകത്തളങ്ങളിൽ ശില്പ, ചരിത്ര, വാസ്തുകലയുടെ കേളീഗൃഹം. ഓസ്ട്രിയൻ പാർലമെന്റ് മന്ദിരം ചരിത്രജ്ഞാനത്തിൽ വേരാഴ്ത്തി ജനാധിപത്യത്തിൻ്റെ ഭാവിയിലേക്ക് നീണ്ട ഉത്തുംഗമുള്ള മഹാമേരുവാണ്. അസ്തമയ സൂര്യൻ പൊന്നലിയിച്ചു മെഴുകുന്ന അഥീനാദേവതയുടെ വെണ്ണക്കൽ പ്രതിമയായാലും, അകത്തളങ്ങളിലെ ജനാധിപത്യത്തിൻ്റെ കാവലാളായ യവനദേവ ശില്പത്തൂണുകളായാലും,
വിയന്നയുടെ രാഷ്ട്രീയവും കലാപരവുമായ സർഗചൈതന്യമാണ് പാർലമെന്റ് മന്ദിരത്തിൽ കുടികൊള്ളുന്നത്.